എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കിബ, ചോച്ചി അവരെല്ലാവരും ലീഫ് വില്ലേജിന്റെ എൻട്രൻസിലേക്ക് വരും. അവിടെ ഇപ്പോ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ട് ഗെൻമ പറയും, നിങ്ങൾ ഓൾറെഡി ഇപ്പൊ വളരെ ലേറ്റ് ആണ്. ഈനോ, നീ എത്രയും പെട്ടെന്ന് അരുക്ക് പറ്റിയവർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കണം. കാരണം നീ ഒരു മെഡിക്കൽ നിഞ്ചയാണ്. ഇവിടെ ഷിക്കമരും കിബയും വണ്ടറടിച്ച് ഇതെന്ത് സാധനങ്ങളാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് മനുഷ്യരല്ല. അതിന് ചോദിച്ചു പറയും, അവരുടെ കൈ നോക്ക്, അവര് ക്വാക്കു ക്ലാനിലുള്ളതാണ്. പണ്ടൊരിക്കല് ഞങ്ങളൊരു മിഷന് പോയിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ മരണപ്പെട്ടിരുന്നു. ആ മരിച്ചവരെല്ലാം ക്വാക്കു ക്ലാനിലുള്ളവരാണ്. അതിനീനോ ചോദിക്കും, ആ മരിച്ചവരുടെ ബോഡി അത് റീആനിമേഷൻ ചെയ്തിട്ടാണോ ഇവരിപ്പോ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതിന് ABC മാസ്റ്റർ പറയും, അതെ, അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരെത്രത്തോളം ഗ്രാമങ്ങളെ തകർത്തുവെന്ന് അവർക്ക് പോലും അറിയില്ല. അവിടെയുള്ള ജനങ്ങളെ കൊന്ന് റീആനിമേഷൻ ജിപ്സുവിലൂടെ അവർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ചാടി വീണ് യുദ്ധം ആരംഭിക്കും. അപ്പൊ അതേ സമയത്ത് ആ ഒരു വില്ലന്മാരുടെ നേതാവ് പറയും, നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സമയമായി. പക്ഷെ അതിന് സോറ ആവശ്യമാണ്. അവനുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ അത് നടക്കൂ. അപ്പൊ ആസമ സെൻസാരുടെ അടുത്തേക്ക് ഇപ്പൊ കൊനഹമാരും ടീമും ഓടി വന്ന്, ബോസ്, ഞങ്ങൾ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഇപ്പൊ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിയാവുന്ന അത്രയും പേരെ ഞങ്ങൾ സേഫായ ഷെൽട്ടറിലേക്ക് ഇപ്പൊ തന്നെ മാറ്റി കഴിഞ്ഞു. അപ്പൊ അസുമ മാസ്റ്റർ പറയും, നിങ്ങൾക്ക് മറ്റൊരു മിഷൻ കൂടെ ഇപ്പൊ ഞാൻ തരാം. നിങ്ങൾ ഏതെങ്കിലും ജുനിയനെയോ ചുനിയനെയോ കാണുകയാണെങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിന്റെ പവർ സ്റ്റേഷനിലേക്ക് എത്താൻ പറയണം. കട്ട് ചെയ്താ ഇവിടെ സോറയാവട്ടെ, അവനൊന്നും മനസ്സിലാവില്ല. അവരെന്നെ ചതിക്കായിരുന്നോ, അവര് ലീഫ് വില്ലേജ് അത് എന്നിലൂടെ നശിപ്പിക്കാൻ ശ്രമിക്കായിരുന്നോ എന്നൊക്കെ ചിന്തിച്ച് അവനിപ്പോ ഉഷാറായിട്ട് മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അവന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവനെ പിടിക്കാനോടും. അപ്പൊ അതേ സമയത്ത് ഇവിടെ പവർ സ്റ്റേഷനില് ആ ഒരു കസീനോ അത് കണ്ട് ഇപ്പൊ അസുമ മാസ്റ്റർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അത് തടയാനായിട്ട് അവിടേക്ക് വന്ന ലീഫ് വില്ലേജിലെ ഒരുപാട് പട്ടാളക്കാര് അവിടെ മരിച്ചു കിടക്കാണ്. ആ സമയത്ത് ഇപ്പൊ ആ ഒരു കസീനോ ബോക്സ് അത് 4 ഓപ്പൺ ആയിട്ട് ആ ഡെഡ് ബോഡി അത് ജീവനോടെ ഇപ്പൊ തിരിച്ചു വരും. അത് ആക്ച്വലി റീആനിമേഷൻ അല്ല, അവർ ആ ഒരു ബോഡിക്ക് ഇപ്പൊ പുതുജീവൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഹിട്ടാണി പുറത്തേക്ക് ഇറങ്ങി വന്ന്, ആസുമ, ഇത് നിന്റെ വില്ലേജ് ആണോ? അതിന് ആസുമ പറയും, നിങ്ങൾ ഈ ഒരു അവസ്ഥയെ കാണേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരികെ പോയിക്കോ, അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ ഫേസ് അത് നിങ്ങൾ കാണും. ഇവിടെ കുട്ടപ്പൻ ഇപ്പൊ സോറയെ പിടിച്ചു വലിച്ച് അവനെ അങ്ങനെ അടിച്ചു കീഴ്പ്പെടുത്തും. ഇവിടെ എന്താ നടക്കണേ? നീ ആ വില്ലന്മാരുടെ കൂടെ കൂടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നേ. നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം തെറ്റാണ്. ആസുമ സെൻസായി ഒരിക്കലും ആരെയും കൊല്ലില്ല. ഇതിൽ എന്തോ ചതിയുണ്ടെന്ന് ഇപ്പൊ കുട്ടപ്പനാവട്ടെ സോറ എടുത്തു പറയും. അതിന് സോറ ടെൻഷനായിട്ട്, നീ കേട്ടില്ലേ, അവന്റെ വാ കൊണ്ട് തന്നെ അവനാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞു. അതിന് കുട്ടപ്പൻ പറയും, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അസുമ മാസ്റ്റർ ആരെയും അങ്ങനെ കൊല്ലാറില്ല എന്ന് പറയുമ്പോ അതിന് സോറ പറയും, ഒരുപക്ഷെ നിങ്ങളുടെ ഹൊക്കാക പറഞ്ഞിട്ടായിരിക്കാം അവൻ അങ്ങനെ ചെയ്തത്. അത് കേട്ട് ഇപ്പൊ ഒരു സെക്കൻഡ് കുട്ടപ്പൻ ഷോക്കാവും. ഞാനൊരു വിഡ്ഢിയാണ്. കാരണം ഇത്രയും കാലവും എന്റെ അച്ഛനെ കൊന്നവന്റെ കൂടെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തത്. പിന്നീട് അത് തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് അവനോടുള്ള ദേഷ്യം അത് വളരെ കൂടുതലായിരുന്നു. അപ്പോഴാണ് ആ 4 പേരെ ഞാൻ കണ്ടുമുട്ടിയത്. എന്റെ അച്ഛന്റെ ആഗ്രഹം അത് എന്നിലൂടെ സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൊക്കാഗയെ കൊല്ലാനായിട്ട് ഞാൻ മാങ്ഷനിലേക്ക് ചെന്നത്. ഇപ്പൊ എനിക്ക് റിവെഞ്ചിനെ കഴിഞ്ഞും കൂടുതൽ എന്റെ അച്ഛന്റെ ആഗ്രഹം അത് സഫലമാക്കണം എന്നതാണ്. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ നിലവിളിച്ചു പറയും, നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തന്നെ വലിയ തെറ്റാണ്. നിന്നെ ആരൊക്കെയോ ചേർന്ന് ഇപ്പൊ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. അസുമയും ഹൊക്കാഗയും ഒരിക്കലും തെറ്റ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. അതിന് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പാവം ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്? അതിനവൻ തറപ്പിച്ചു പറയും, ഒരിക്കലും അല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഹൊക്കാഗെ മാത്രമാണ്. അവര് ജനങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോ അതിന് കുട്ടപ്പൻ പറയും, അസുമ മാസ്റ്റർ പറഞ്ഞത് നീ കേട്ടില്ലേ? നീ എന്താ പൊട്ടനാണോ? ആ 4 വില്ലന്മാര് ഇപ്പൊ ലീഫ് വില്ലേജ് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ അവൻ സാഡായിട്ട് പറയും, അതറിയാനാണ് ഇപ്പൊ ഞാനും ലീഫ് വില്ലേജിലേക്ക് പോകുന്നത്. പക്ഷെ കുട്ടപ്പന് അവന് കലി കയറി ഇപ്പൊ ബ്ലേഡ് എടുത്ത് വീശുമ്പോ സോറ ആവട്ടെ അവന്റെ ബ്ലേഡ് ഉപയോഗിച്ച് കുട്ടപ്പന്റെ ബ്ലേഡിനെ ഇപ്പൊ ബ്ലോക്ക് ചെയ്യും. അതിന് കുട്ടപ്പൻ ഇപ്പൊ സോറയോട് പറയും, നിന്റെ വിഷമം അതെന്താണെന്ന് എനിക്കറിയാം. ഇതേ വിഷമത്തിലൂടെ ഒരിക്കൽ ഞാനും കടന്നു പോയതാണെന്ന് പറയുമ്പോ സോറയാവട്ടെ അവൻ മറുപടി പറയാതെ ഇപ്പൊ മുൻപോട്ട് ഓടും. അപ്പൊ അതേ സമയത്ത് ആ ഒരു ചുന്ദരി വില്ലെത്തി അവള് വീണ്ടും ഇപ്പൊ കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തും. അവള് പറയും, കഴിഞ്ഞ തവണ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ നിന്റെ കഥ അത് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ തീർക്കും. അസുമ ഹിട്ടാനോട് ചോദിക്കും, നിങ്ങൾ എല്ലാവരും ചേർന്ന്
ലൈം ലൈറ്റ് ജിപ്സു അത് ചെയ്യാൻ പോവാണോ? അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോ ഹിട്ടാണിയുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് ഇപ്പൊ ഓടാൻ തുടങ്ങും. അസുമ അവരെ പിടിക്കാൻ ഇപ്പൊ പിന്നാലെ ഓടും. പക്ഷെ ഹിട്ടാണി ഇപ്പൊ അസുമയെ തടഞ്ഞു വെക്കും. എന്നോട് ഒരു ദേഷ്യവും തോന്നരുത്, ഞങ്ങൾക്കിപ്പോ ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇപ്പൊ ആ 3 വില്ലന്മാരുമാണ് ഞങ്ങളുടെ നേതാക്കള്. അവര് പറയുന്നത് ചെയ്തിട്ടില്ല എങ്കില് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ലൈഫ് അതവർ തിരിച്ചെടുക്കും. അങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി നിന്നെ കൊല്ലാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഹിട്ടാണി ആവട്ടെ അവന്റെ നിഞ്ച ടൂള് അത് പുറത്തെടുക്കും. ഹിട്ടാണി തണ്ടർ ബോൾട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് ഇപ്പൊ അസുമയെ അങ്ങനെ തന്നെ ആഞ്ഞങ്ങോട്ട് അടിക്കും. ആ ഒരു അടിയില് അവൻ തെറിച്ചു വീഴുമ്പോ യാമുട്ടോ സെൻസായും സാക്കുറയും ഇപ്പൊ അവിടേക്ക് ഓടിയെത്തും. ഇവൻ ആരാ, ഇവൻ എന്താ വേണ്ടേ ചോദിക്കുമ്പോ ആസുമ സെൻസായി പറയും ആ വില്ലന്മാര് റീആനിമേഷൻ ജിപ്സ് ഉപയോഗിച്ച്. അതിന് യാമുട്ടോ സെൻസായി ഒരാൾ ഇവിടെയുണ്ട്, ബാക്കി 3 പേര്, അവര് 3 പേര് എവിടെ? അസുമ പറയും ബാക്കി 3 പേര് ഇപ്പൊ നോർത്തിലും വെസ്റ്റിലും സൗത്തിലും നിൽക്കാണ്. അവര് 4 പേരും 4 ദശയിൽ നിന്ന് ഇപ്പൊ എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു അറ്റാക്ക് നടത്താൻ ഇപ്പൊ റെഡിയായിട്ട് നിൽക്കാണ്. അത് സംഭവിച്ച നമ്മുടെ ലീഫ് വില്ലേജ് ഒറ്റയടിക്ക് തകർന്ന് തരിപ്പണാവും. അത് അനുവദിക്കാൻ പാടില്ല. ബാക്കി 3 പേരുടെ കാര്യം അത് നിങ്ങൾ 2 പേര് നോക്കണം. ഇവന്റെ കാര്യം അത് ഞാൻ നോക്കാന്ന് പറയുമ്പോ ഇപ്പൊ സാക്കുറ യമട്ടോ ആവട്ടെ ബാക്കി 3 പേരെ തടയാനായിട്ട് ഇപ്പൊ ഓടാൻ തുടങ്ങും. അസുമ വീണ്ടും പറയും നീ ഒരിക്കൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റതാണ്, വീണ്ടും അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഇതിപ്പോ തന്നെ നിർത്തിക്കോ. ഹിട്ടാണി പറയും എന്റെ മുൻപില് വേറെ വഴിയില്ല, ഞാൻ നിന്നെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അവനിപ്പോ ജിപ്സും എടുത്ത് അസുമ മാസ്റ്റർക്ക് നേരെ ചാടി വീഴും. ഇവിടെ ചുന്ദരി പെണ്ണാവട്ടെ കുട്ടപ്പന്റെ പിന്നാലെ തന്നെ ഇപ്പൊ വാട്ടർ ജിപ്സും ലൈറ്റ്നിങ് ജിപ്സും ഒക്കെ ഉപയോഗിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ മുൻപോട്ട് ഓടും. അപ്പൊ മറ്റൊരു വശത്ത് ഇപ്പൊ യാമുട്ടോ സെൻസായും സാക്കുറയും അവരെ 3 പേരെ ലക്ഷ്യമാക്കി ഇപ്പൊ ഓടുകയാണ്. അപ്പൊ അവര് കാണും ഇപ്പൊ മുകളിലായിട്ട് വലിയ ലൈറ്റ്നിങ് പവർ. അതേസമയം ഗ്രാമത്തിലേക്ക് ഇപ്പൊ റീആനിമേഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മോൺസ്റ്റേഴ്സ് ഇപ്പൊ ഇരച്ചു കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ലീയും കിബയും ചോച്ചിയും അവരെല്ലാവരും ഇപ്പൊ സോംബികളുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കിബ പറയും ആ ഷിക്കമരു അവൻ എവിടെ പോയി കിടക്കാണ്, ഇങ്ങനെയുള്ള സമയത്ത് അവന്റെ സഹായമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. കട്ട് ചെയ്താ ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷനില് ഷിക്കമരു പറയും അവരെല്ലാവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ലീഫ് വില്ലേജിന്റെ എൻട്രൻസിൽ വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ മോഡ് ഓഫ് അറ്റാക്ക് അതെന്താണെന്ന് അത്ര കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ കൊനഹമാര് ഓടി വന്നിട്ട് നമ്മുടെ ഗ്രാമം അത് മുഴുവനായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുന്നു പറയുമ്പോ ഷിക്കമരുന് എന്തോ ഒരു ഐഡിയ തോന്നി അവൻ പുറത്തേക്ക് ഓടാൻ തുടങ്ങും. ഷിക്കമരു ഓടി വരുന്ന കാണുമ്പോ ആ എർത്ത് സ്റ്റൈൽ ഗിൻജിപ്സുകാരൻ അവൻ വീണ്ടും ജിപ്സു എടുത്ത് ഇപ്പൊ ഷിക്കമരുവെ അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും യാമുട്ടോ സെൻസായി ആവട്ടെ ആളുടെ വുഡൻ പവർ എടുത്ത് അവനെ അങ്ങനെ തന്നെ ഇപ്പൊ ചുരുട്ടി അങ്ങോട്ട് പിടിക്കും. പക്ഷെ വില്ലൻ ഇപ്പൊ ഡൈവേർഷൻ മെക്കാനിസം ഉപയോഗിച്ച് യാമുട്ടോ മാസ്റ്റർ തന്നെ ഇടിച്ചു തെറിപ്പിക്കും. ഇവിടെ സാക്കുറ ഓടിക്കൊണ്ടിരിക്കുമ്പോ അവളുടെ പിന്നാലെ തന്നെ കത്തിയുമായിട്ട് ആരൊക്കെയോ വരും. ഇവിടെ കുട്ടപ്പനെ ആ ഒരു വില്ലത്തി ഇപ്പൊ ലൈറ്റ്നിങ് ജിപ്സൂരിട്ട് അവനെ ഷോക്ക് അടിപ്പിച്ച് അങ്ങനെ തളർത്തുകയാണ്. അവള് പറയും ഇത്തവണ ഞാൻ ഉറപ്പായിട്ടും നിന്നെയും കൊണ്ടേ പോവൂ, നീ എനിക്കുള്ളതാണെന്ന് പറയുമ്പോ അതേസമയം ആസ്മ സെൻസായും ഹിട്ടാണിയും ഇവിടെ പൊരിഞ്ഞ ഫൈറ്റിലാണ്. ഇവിടെ സോറ അവനിപ്പോ വിജനമായ ഒരു സ്ഥലത്തേക്ക് വന്ന് മാസ്റ്റർ നീ എവിടെയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കണ്ട് സംസാരിക്കണമെന്ന് പറയുമ്പോ ആ വില്ലന്മാരുടെ നേതാവ് അവൻ സോറയുടെ കാല് കെട്ടി ഇപ്പൊ അങ്ങനെ തന്നെ ഒരു മരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. സോറ ഉടനെ ഇപ്പൊ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ ആ ഒരു വില്ലൻ അവൻ ലീഫ് വില്ലേജ് ഇപ്പൊ സോറയ്ക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കും. ലീഫ് വില്ലേജിന്റെ 4 സൈഡിലും ഇപ്പൊ ലൈറ്റ്നിങ് പവർ അത് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോറ അത് കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ അത് നോക്കി നിൽക്കും. അത് കണ്ട് സോറ ചോദിക്കും ആ 4 ലൈറ്റ്സ് അതെന്താണ്? അതിന് വില്ലൻ പറയും ഞങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ ഒരു കല്ലറയിലെ 4 പേർക്കും പുതുജീവൻ കൊടുത്ത് അവരെ കൊണ്ട് ഇപ്പൊ ലൈറ്റ്നിങ് പവർ അത് വളരെ സ്ട്രെങ്തില് ഇപ്പൊ ഏകോപിപ്പിച്ച് ഈ ലീഫ് വില്ലേജ് തന്നെ അടിച്ച് നശിപ്പിക്കാൻ പോവാണ്. അത് കേട്ട് സോറ ഷോക്കാവും. അപ്പൊ നീ ഈ ഒരു ഗ്രാമം തന്നെ ഇപ്പൊ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ? അതിനവൻ പറയും അതെ, ഈ ലീഫ് വില്ലേജ് തന്നെ ഞാൻ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കളയും, ഒരു ജീവൻ പോലും ഇവിടെ ബാക്കി വെക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോ സോറയാവട്ടെ അവൻ പേടിച്ചു വരച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനം